ജന്മപുണ്യമാകാം സാറുമായി കൂടുതൽ അടുക്കാൻ. 1980 ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്ക് സാറിൻ്റെ വീട്ടിൽ വന്ന് മുൻപിലിരുന്ന് സംസ്കൃതം പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, മാധവൻ നിസാർ പഠിപ്പിക്കുന്നില്ലേ, പിന്നെന്തിനാ? ഞാൻ പറഞ്ഞു, പോരെ സാറിൻ്റെ അടുക്കേന്ന് പഠിക്കണം, വന്നോളൂ എന്ന് പറഞ്ഞു. ദിവസവും രാവിലെ 7:30 മുതൽ 8:30, അത് ചിലപ്പോൾ 9 കുറച്ചുകൂടെ പോകും. ഞാൻ ബേബി കോട്ടേജിൽ ആൽത്തറയിലുള്ള അമ്പലത്തിന് സ്വല്പം താഴെയുള്ള ബേബി കോട്ടേജിൽ എത്തും. അപ്പോൾ ഹരി ഇപ്പം എന്നോട് ചോദിക്കുകയായിരുന്നു, അന്നൊരു സൈക്കിളിലല്ലേ വരുന്നത്, ആ സൈക്കിളിൻ്റെ മുമ്പിൽ ഒരു കാലം കുട തൂക്കിയിടുകയാണല്ലേ? ഇപ്പോഴും ഓർത്തിരിക്കും. അതൊക്കെ ആ 2 വർഷം സാറിൻ്റെ മുൻപിലിരുന്ന് സംസ്കൃതം പഠിച്ചു. അതോടൊപ്പം സാറ് ചില പുസ്തകങ്ങൾ ഒപ്പിട്ട് എനിക്ക് തന്നു. വിദ്യാധിരാജ കർണാമൃതം, ഭട്ടാരകപ്പാനയിലെയും അന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന 80 മുതൽ അത് എഴുതാൻ തുടങ്ങി അല്ലേ, തീർത്ഥപാദ പുരാണത്തിലെയും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ശ്ലോകങ്ങൾ സാറിങ്ങനെ ദിവസവും 2-3 ശ്ലോകം വീതം ചൊല്ലും. അതൊരു പ്രത്യേക സുഖമായിരുന്നു. ഇപ്പോഴും അന്നതൊന്നും റെക്കോർഡ് ചെയ്യാനോ ഒന്നും മൊബൈലോ ഒന്നും ഇല്ലാതെ പോയി. പക്ഷെ അതെൻ്റെ മനസ്സിൽ ഒരു കുളിർമഴയായി നിൽപ്പുണ്ട്. സാർ